ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇപ്പൊ തന്നെ ഡിലേ ആയി. ഓക്കെ, ശരി, തുടങ്ങിക്കോ. പെരിയാറുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, നന്നായിട്ട് അങ്ങ് ചെയ്തേ. പെരിയാറുമായി ബന്ധപ്പെട്ട താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. ഓക്കെ, പെരിയാറുമായി ബന്ധപ്പെട്ടിൽ ഏതാ ശരിയല്ലാത്ത പ്രസ്താവന? ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? പിള്ളേരെ, പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാർ അല്ല. പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഭാരതപ്പുഴയാണ്. അല്ല, ഭാരതപ്പുഴയാണ് പേരാർ എന്നറിയപ്പെട്ടിരുന്നത്, അല്ലെ? ഭാരതപ്പുഴയാണ് പേരാർ എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്കറിയാം നിള, പേരാറ്, പേരാറ് ഈ പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ഏതാണ്? നമ്മുടെ ഭാരതപ്പുഴയാണ്, അല്ലേ? ഓക്കെ, പെരിയാറിന്റെ പ്രാചീന നാമങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചൂർണി പെരിയാറിന്റെ പ്രാചീന നാമമാണ്. പൂർണ എന്നത് പെരിയാറിന്റെ പ്രാചീന നാമമാണ്. അതുപോലെ ചുള്ളി എന്നതൊക്കെ പെരിയാറിന്റെ പ്രാചീന നാമങ്ങളാണ് കേട്ടോ. ഓക്കെ, ചൂർണി, പൂർണ, ചുള്ളി ഇതൊക്കെയാണ് പെരിയാറിന്റെ പ്രാചീന നാമങ്ങൾ. ബാരിസ് എന്നത് പമ്പയുടെ പ്രാചീന നാമമാണ്, അല്ലെ? ബാരിസ് എന്നത് പമ്പ നദിയുടെ പ്രാചീന നാമമാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കുഴപ്പമില്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ പ്രസ്താവന നോക്കിയടാ. പള്ളിവാസൽ ചെങ്കുളം ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. ഓക്കെ, 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെട്ട വെള്ളപ്പൊക്കം ഉണ്ടായ നദി ആലുവ പുഴ, കാലടി പുഴ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? കേരളത്തിലെ നഗര ജനസംഖ്യ എത്ര ശതമാനം എന്നാണ് ചോദ്യം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യയുടെ ഈസി ക്വസ്റ്റ്യൻ, ഒരു പാടുമില്ല. കേരളത്തിലെ നഗര ജനസംഖ്യ എത്ര ശതമാനം ഉണ്ടാ പിള്ളേരെ? കേരള നഗര ജനസംഖ്യ 47.7%. ഓപ്ഷൻ സി ആണ് ആൻസർ, 47.7%. അങ്ങനെയെങ്കിൽ എത്രയാണ് റൂറൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഗ്രാമീണ ജനസംഖ്യ? ഗ്രാമീണ ജനസംഖ്യ എത്രയാണ്? ആർക്കറിയാം? ഗ്രാമീണ ജനസംഖ്യ എത്രയാണ്? ആർക്ക് പറയാം? എന്റെ പൊന്നു പിള്ളേരെ, ഒന്നുകിൽ ആൾക്കാർ നഗരത്തിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൽ, അല്ലാതെ ശൂന്യാകാശത്ത് താമസിക്കുന്നുണ്ടോ ആരെങ്കിലും? അപ്പൊ ഇതിന് 100-ൽ നിന്ന് ഇത് കുറച്ചാ പോരേടാ. അയ്യോ, അവിടെ ആലോചിക്കണം. 53, അതും തെറ്റ്. അത് ആലോചിച്ച് കണ്ടുപിടിച്ചില്ല. അത് ഒന്നാമത്തെ മണ്ടത്തരം. രണ്ടാമത്തെ മണ്ടത്തരം, അതിൽ നിന്നും വലിയ മിസ്റ്റേക്ക് ഇതാക്കാതെ. 100-ൽ നിന്ന് 47.7 കുറച്ചാൽ 47.7 കുറച്ചാൽ എത്ര കിട്ടും? 52.3% തന്നെ. 52.3%. ഓക്കെ, അയ്യോ, അതുപോലും അറിഞ്ഞുകൂടാ. അപ്പൊ 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ 47.7%. ഓക്കെ, അയ്യോ, റൗണ്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണല്ലോ ഇത്. ഓക്കെ, ശരി. പിന്നെ റൗണ്ട് ചെയ്ത് 50-ലോട്ട് എത്തിക്കാത്തത് അത് നമുക്ക് കുറച്ച് എളുപ്പമുണ്ടായിരുന്നല്ല. 52.3% എന്ന് പറയുന്നത് റൂറൽ പോപ്പുലേഷനുമാണ്. ഓക്കെ, അർബൻ പോപ്പുലേഷൻ 47.7, റൂറൽ പോപ്പുലേഷൻ 52.3. എടാ, നമുക്ക് 2012 സെൻസസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാണ്ടേ, ഡിഗ്രിക്കാർക്ക്, ഡിഗ്രി മെയിൻസിലോട്ടൊക്കെ പോണ സമയത്ത്. ഓക്കെ, മെയിൻസിന് പ്രിലിംസിന് ആവശ്യം വരും, നമുക്ക് പഠിക്കാം. അടുത്ത്, ചുവടെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ചെയ്തേ. 43-ാം ചോദ്യം. 43-ാം ചോദ്യം ആയിക്കോട്ടെ. കേരള നിയമസഭയിൽ 14 മണ്ഡലങ്ങൾ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണ്. ബാലുശ്ശേരി, സുൽത്താൻ ബത്തേരി എന്നിവയാണ് കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. കേരളത്തിൽ നിന്ന് ലോകസഭയിൽ 2 പട്ടികജാതി സംവരണ സീറ്റുകളാണ് ഉള്ളത്. കേരളത്തിൽ നിന്ന് ലോകസഭയിൽ പട്ടികവർഗ സംവരണ സീറ്റുകളില്ല. ഓക്കെ, ശരി. അപ്പൊ പിള്ളേരെ, ഇതില് 14 മണ്ഡലങ്ങൾ പട്ടികജാതി ശരിയാണ്. ബാലുശ്ശേരി, സുൽത്താൻ ബത്തേരി, അതില് സുൽത്താൻ ബത്തേരി ശരിയാണ്. പട്ടികവർഗ മണ്ഡലങ്ങളിൽ സുൽത്താൻ ബത്തേരി ശരിയാണ്. ഓക്കെ, പക്ഷെ ബാലുശ്ശേരി ഉണ്ടാടാ? ബാലുശ്ശേരി ഉണ്ടാ? അല്ല, ബാലുശ്ശേരി അല്ല പിള്ളേരെ. ഏതാണ്? മാനന്തവാടിയാണ്, അല്ലെ? മാനന്തവാടിയാണ്. മാനന്തവാടി സുൽത്താൻ ബത്തേരിയാണ്.
മാനന്തവാടി സുൽത്താൻ ബത്തേരിയാണ്. ഓക്കെ, ക്ലിയർ ആണ്, അത് ഓർത്തോണേ. ശരി, അടുത്ത ചോദ്യം. കേരളത്തെ കൂടാതെ ഇവയിൽ ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് വേഴാമ്പൽ? കേരളത്തെ കൂടാതെ ഏത് സംസ്ഥാനത്തിന്റെ? കേരളത്തെ കൂടാതെ അരുണാചൽ പ്രദേശിന്റെ അല്ലെ, അരുണാചൽ പ്രദേശിന്റെ സംസ്ഥാന പക്ഷിയാണ് അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷിയാണ് വേഴാമ്പൽ എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. അങ്ങനെയെങ്കിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ നമുക്ക് ചോദിക്കുന്നതാ. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ് അല്ലെ, നാഗാലാൻഡിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്ട? നാഗാലാൻഡിലാണ് കേട്ടോ, നാഗാലാൻഡിൽ. ഓക്കെ, അടുത്ത ചോദ്യം, 45-ാം ചോദ്യം. കേരളവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ആദ്യ കടുവാ സങ്കേതം പറമ്പിക്കുളം, ആദ്യ വന്യജീവി സങ്കേതം പെരിയാറ്, ആദ്യ ദേശീയ ഉദ്യാനം ഇരവികുളം, ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളികുന്നം. പിള്ളേരെ, ആദ്യ കടുവാ സങ്കേതം പറമ്പിക്കുളം തെറ്റായ ജോഡിയാണ്. ആദ്യ കടുവാ സങ്കേതം ഏതാ? കറക്റ്റ് ആണ്. ആദ്യ കടുവാ സങ്കേതം പെരിയാറാണ്. പെരിയാർ കടുവാ സങ്കേതം ഏത് വർഷം? പെരിയാർ കടുവാ സങ്കേതം ഏത് വർഷമാണ് പിള്ളേരെ? പെരിയാർ ടൈഗർ റിസർവ് ഏത് വർഷമാണ്? 1978 പെരിയാർ ടൈഗർ റിസർവ് അല്ലേ? ഓക്കെ, പെരിയാർ ടൈഗർ റിസർവ് ആകെ 925 കിലോമീറ്റർ സ്ക്വയർ, ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, സ്ഥിതി ചെയ്യുന്നത് 3 ജില്ലകളിലായിട്ടാണ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ 3 ജില്ലകളിലായിട്ടാണ് പെരിയാർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ 3 ജില്ലകളിലായിട്ടാണ്. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഏതാ? രണ്ടാമത്തെ ടൈഗർ റിസർവ് പറമ്പിക്കുളമാണ് കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ്. ഏത് വർഷമാണ് പറമ്പിക്കുളത്തെ ടൈഗർ റിസർവ് പ്രഖ്യാപിച്ചത്? പറമ്പിക്കുളത്തെ ടൈഗർ റിസർവ് പ്രഖ്യാപിച്ച വർഷം 2010 ആണ് പറമ്പിക്കുളത്തെ ടൈഗർ റിസർവ് പ്രഖ്യാപിച്ചത്. ഈ പെരിയാർ കേരളത്തിൽ എത്രാമത്തെ ടൈഗർ റിസർവ് ആണ്? അല്ല, ഇന്ത്യയിൽ എത്രാമത്തെ ടൈഗർ റിസർവ് ആണ് പെരിയാർ? ഇന്ത്യയിൽ 10ാമത്തതാണ്. ഇന്ത്യയിൽ 10ാമത്തെ ടൈഗർ റിസർവ് ആണ് പെരിയാർ. ഓക്കെ, പറമ്പിക്കുളം ഇന്ത്യയിൽ എത്രാമത്തതാണ്? പറമ്പിക്കുളം ഇന്ത്യയിൽ 38ാമത്തെ ടൈഗർ റിസർവ് ആണ്. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ജില്ലയിലാണ്? പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏതാ? പറമ്പിക്കുളം ടൈഗർ റിസർവ് പാലക്കാട് ജില്ലയിലാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവ് കേട്ടോ, ഓർത്തിരിക്കണേ, ഇമ്പോർട്ടന്റ്. ഓക്കെ, നെക്സ്റ്റ്. ചുവടെ കൊടുത്തവയിൽ ഏത് പ്രസ്താവനയാണ് പാറക്കുളങ്ങര ഗോവിന്ദമേനോനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പാറക്കുളങ്ങര ഗോവിന്ദമേനോനുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചോദ്യം. പാറക്കുളങ്ങര ഗോവിന്ദമേനോനുമായി ബന്ധപ്പെട്ട പ്രസ്താവന നോക്കി. വളരെ പാറക്കുളങ്ങര ഗോവിന്ദമേനോൻ സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യ മലയാളിയാണ് പാറക്കുളങ്ങര ഗോവിന്ദമേനോൻ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളിയാണ്. ഓക്കെ, സുപ്രീം കോടതിയിലെ ജഡ്ജിയായ ആദ്യ മലയാളി വനിത നമ്മൾ ഇന്ന് പഠിച്ചു അല്ലെ രാവിലെ. മലയാളി വനിത ആരാണ്? സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആരാണ്? അത് ഫാത്തിമ ബീവിയാണ് അല്ലെ? വളരെ ഫാത്തിമ ബീവിയാണ് കേട്ടോ, ഫാത്തിമ ബീവി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആരാ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആരാ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി KG അടിയോടി ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായ ആദ്യത്തെ മലയാളി. അതായത് UPSC അംഗമായ ആദ്യ മലയാളി KG അടിയോടിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി 1993 ഫാത്തിമ ബീവിയാണ് കേട്ടോ, ഫാത്തിമ ബീവിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി 93 ഫാത്തിമ ബീവിയാണ്. എന്നാൽ ആദ്യത്തെ മലയാളി ചെയർമാൻ ആണ് നിങ്ങൾ പറഞ്ഞ ആര്? മലയാളി ചെയർമാനാണ് KG ബാലകൃഷ്ണൻ. മലയാളി ചെയർമാനാണ് KG ബാലകൃഷ്ണൻ. മലയാളിയായ ചെയർമാനാണ് KG ബാലകൃഷ്ണൻ. മലയാളിയായ ചെയർമാനാണ് KG ബാലകൃഷ്ണൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? KG ബാലകൃഷ്ണൻ. ഈ KG ബാലകൃഷ്ണന് വേറൊരു ചോദ്യം കൂടി ഉണ്ട്. എന്താണ് KG ബാലകൃഷ്ണന്റെ വേറൊരു ചോദ്യം? എന്തുവാ?
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയും ആരാണ്? KG ബാലകൃഷ്ണനാണ്. ഈ അറിയുന്ന പോയിന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ റിവിഷൻ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകും. അടുത്ത്, ചുവടെ കൊടുത്തവയിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏതൊക്കെ? മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ. കോഴിക്കോട് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ടോ? കോഴിക്കോട് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നില്ല. കണ്ണൂര് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. കണ്ണൂര് ആരുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? കണ്ണൂർ ആരുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? കണ്ണൂര് കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അല്ലെ ഇവിടെ? കർണാടകയുമായിട്ട് കണ്ണൂർ അതിർത്തി പങ്കിടുന്നുണ്ട്. കോട്ടയം മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ടോ? കോട്ടയം മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നില്ല. എന്നാൽ മലപ്പുറം മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. മലപ്പുറം ഏത് ജില്ലയുമായാണ് അതിർത്തി പങ്കിടുന്നത്? മലപ്പുറം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അല്ലേ? ഓക്കെ. അപ്പൊ ആൻസർ വരുന്നത് 1, 3 മാത്രം. 1, 3 മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകളിൽ വരുന്നത്. ആ കേരള മാപ്പ് എന്ന് ഓർത്ത് വെച്ചോ. ഈ ഒരു പാറ്റേൺ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം പിള്ളേരെ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. സഞ്ചാരികളെ ആകർഷിക്കുന്ന ചൊക്രാമുടി ഏത് ജില്ലയിലാണ്? ചൊക്രാമുടിക്കാരുണ്ടെങ്കിൽ പറഞ്ഞേ. ചൊക്രാമുടി ഏത് ജില്ലയിലാണ്? സഞ്ചാരികളെ ആകർഷിക്കുന്ന ചൊക്രാമുടി ഏത് ജില്ലയിലെന്ന് കേട്ടോ? ചൊക്രാമുടി ഇടുക്കി ജില്ലയിലാണ്. ചൊക്രാമുടി താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇടുക്കി ചൊക്രാമുടിയുടെ പരിസര പ്രദേശങ്ങളിലോ പ്രാന്ത പ്രദേശങ്ങളിലോ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ചൊക്രാമുടി പോയിട്ടുണ്ടോ? ഒരുപാടാ, ചോദിച്ചില്ല. അങ്ങോട്ട് നോക്കിയോ. സൂചനകളിൽ നിന്ന് നദിയെ, ഈ പേരൊക്കെ കേൾക്കണ PSC ഒക്കെ പഠിക്കാൻ തുടങ്ങിയ ശേഷം ഈ പേരൊക്കെ കേട്ടു തുടങ്ങിയല്ലേ പിള്ളേരെ? സൂചനകളിൽ നിന്ന് നദിയെ കണ്ടെത്തുക. തേജസ്വിനി പുഴ എന്നും അറിയപ്പെടുന്നു. കയ്യൂർ സമരം നടന്നത് ഈ നദിയുടെ തീരത്താണ്. കയ്യൂർ സമരം നടന്ന നദി കാര്യങ്കോട് പുഴ തീരത്താണ്. എന്ത് നടന്നത്? കയ്യൂർ സമരം നടന്നത്. ആൻസർ കാര്യങ്കോട് പുഴയാണ് ആൻസർ. ചന്ദ്രഗിരി പുഴയ്ക്ക് പയസ്സിനി പുഴ എന്നാണ് പേര്. പയസ്സിനി പുഴ എന്നാണ് ചന്ദ്രഗിരി പുഴയ്ക്ക് പേര്. പയസ്സിനി പുഴ എന്നാണ് ചന്ദ്രഗിരി പുഴയ്ക്ക് പേര്. അപ്പൊ തേജസ്വിനി പുഴ എന്നും അറിയപ്പെടുന്നു. കയ്യൂർ സമരം നടന്നത് കാര്യങ്കോട് പുഴയുടെ തീരത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതാണ്? വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദിയാണ് ചോദ്യം. വേമ്പനാട് കായലിൽ പതിക്കാത്തത് പമ്പാ നദി വേമ്പനാട് കായലിൽ പതിക്കുന്നു. മൂവാറ്റുപുഴയാർ വേമ്പനാട് കായലിൽ പതിക്കുന്നു. മീനച്ചിലാർ വേമ്പനാട് കായലിൽ പതിക്കുന്നു. എന്നാൽ ചാലക്കുടി പുഴ പതിക്കുന്നത് എവിടെ പിള്ളേരെ? ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ് കേട്ടാ, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കായലിലാണ്. അവിടെ നിന്ന് അറബിക്കടലിലേക്ക് പോകുന്നു. മനസ്സിലായ? പെരിയാറെന്നോ കൊടുങ്ങല്ലൂർ കായലെന്നോ അറബിക്കടലെന്നോ ഒക്കെ പറയാം. ഓക്കെ, 10ാം സ്ഥാനം. ക്ലിയർ ആണല്ലോടാ? ശരി. ആൻസർ അപ്പൊ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ചാലക്കുടി പുഴയാണ് ആൻസർ. ശരി. അടുത്ത, ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ആരടാ? പിള്ളേരെ ഓപ്ഷൻ എ ആനി മസ്കരിനാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ഇതിൽ അംഗമായിരുന്നു. ഇവര് രണ്ടുപേരും റെപ്രസെന്റ് ചെയ്തത് മദ്രാസിനെയാണ് അല്ലെ? അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും റെപ്രസെന്റ് ചെയ്തത് മദ്രാസിനെയാണ്. ആനി മസ്കരിനാണ് തിരുവിതാംകൂറിനെ റെപ്രസെന്റ് ചെയ്തത്. ഇതിൽ ദാക്ഷായണി വേലായുധന് ഒരു പ്രത്യേകതയുണ്ട്. ദളിത് വനിതയാണ് അല്ലെ? ദളിത് വനിതയാണ്. ദാക്ഷായണി വേലായുധൻ ദളിത് വനിതയാണ്. ഓക്കെ, കൊള്ളാം. അടുത്ത ചോദ്യം. 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് 1924 സമുദായ അംഗങ്ങളുമായി ചേർന്ന് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് വിപ്ലവം സൃഷ്ടിച്ചത്?
1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിക്കുകയും 1924 ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ പ്രവേശ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുറുമ്പൻ ദൈവത്താൻ. ആരാ പിള്ളേരെ? കുറുമ്പൻ ദൈവത്താനാണ് ആൻസർ. കുറുമ്പൻ ദൈവത്താൻ. കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ്. മലബാർ മാനുവൽ എന്ന കൃതി രചിച്ചത് ആരാണ്? മലബാർ മാനുവൽ എന്ന കൃതി രചിച്ചത് വില്യം ലോഗൻ ആണ്. ആരാ പിള്ളേരെ? വില്യം ലോഗൻ ആണ് മലബാർ മാനുവൽ എന്ന കൃതി രചിച്ചത്. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ഏത് നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാധുജന ദൂതൻ ചേരമർ മഹാസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? പ്രീവിയസ് ചോദ്യമാണ്. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ് കേട്ടോ. പാമ്പാടി ജോൺ ജോസഫ് ആണ് കേട്ടോ. പാമ്പാടി ജോൺ ജോസഫ്. ക്ലിയർ അല്ലേ? സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. കൊള്ളാം. നെക്സ്റ്റ്. ചുവടെ കൊടുത്തവയിൽ ബാരിസ്റ്റർ GP പിള്ളയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. തിരുവിതാംകൂർ ദിവാനെ കുറിച്ച് വെസ്റ്റേൺ സ്റ്റാർ എന്ന വാരികയിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രാധിപരായിരുന്നു. കർണാടകയിൽ പ്ലേഗ് രോഗ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചു. മഹാത്മജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി. ഇവിടെ തിരുവിതാംകൂർ ദിവാൻ, നമ്മളെ GP പിള്ള, ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ചുള്ള പോയിന്റ്സിലാണ്. തിരുവിതാംകൂർ ദിവാനെ കുറിച്ച് വെസ്റ്റേൺ സ്റ്റാർ എന്ന വാരികയിൽ ലേഖനങ്ങൾ എഴുതി. ശരി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രം, ഇവിടെയൊക്കെ വേറെ പോയിന്റ് ഉണ്ട്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രാധിപരായിരുന്നു. ശരി. ഓക്കെ. കർണാടകയിൽ പ്ലേഗ് രോഗ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹവുമായി ബന്ധമില്ല. മഹാത്മജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി. ശരി. അപ്പൊ നമുക്ക് ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത് അല്ല? ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുമ്പോൾ ഏത് വരും? ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ആൻസർ. ഓക്കെ, കൊള്ളാം. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹ സാരമിഹ സത്യമേഘമാം. ഈ വരികൾ കുമാരനാശാന്റെ ഏത് കവിതയിലേതാണ്? കുമാരനാശാന്റെ ഏത് കവിതയിലാണ് സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന വരികൾ വരുന്നത്? സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന വരികൾ വരുന്നത് കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിലാണ്. നളിനി എന്ന കൃതിയിലെ വരികളാണ് സ്നേഹമാണ് അഖിലസാരമൂഴി. ഓക്കെ, എല്ലാവരെയും സ്നേഹിക്കൂ, എല്ലാവരിൽ നിന്നും സ്നേഹം നേടൂ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവരും നിന്നും സ്നേഹം നേടാൻ പറ്റുമോ? പറ്റൂല. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുമോ? അതും പറ്റൂല. ചുമ്മയാണ്. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനും പറ്റത്തില്ല, നമുക്ക് എല്ലാവരും സ്നേഹം നേടാനും പറ്റില്ല. രണ്ടും പറ്റത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഓക്കെ, നമുക്ക് ഒരിക്കലും പറ്റത്തില്ല എല്ലാവരും സ്നേഹിക്കാൻ. നമുക്കാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരാളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ടെത്തും. ഓക്കെ, പിന്നെ വേണമെങ്കിൽ സ്നേഹം അഭിനയിക്കാം അല്ലേ? യെസ്, അതിന് വലിയ പാടൊന്നുമില്ല. ഓക്കെ, അടുത്ത 59 ചോദ്യം ചെയ്തേ. നല്ലൊരു ചോദ്യമാണ്. 1915 ബർക്കത്തുള്ള ഖാൻ പ്രധാനമന്ത്രിയായി രൂപം കൊണ്ട താൽക്കാലിക ഗവൺമെന്റിൽ വിദേശകാര്യ മന്ത്രിയായി സ്ഥാനമേറ്റ മലയാളി ആരാണ്? വളരെ 1915 കാബൂൾ ആസ്ഥാനമായി 1915 കാബൂൾ ബേസ് ചെയ്തിട്ട് ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ഇടക്കാല ഗവൺമെന്റിൽ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ബർക്കത്തുള്ള ഖാൻ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ബർക്കത്തുള്ള ഖാൻ. പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മഹേന്ദ്ര പ്രതാപ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു പ്രസിഡന്റ്. മഹേന്ദ്ര പ്രതാപ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു പ്രസിഡന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ പറയുന്ന ഈ ഒരു ഇടക്കാല ഗവൺമെന്റില് ആരായിരുന്നു വിദേശകാര്യ മന്ത്രി എന്നാണ് ചോദ്യം. ആൻസർ ചെമ്പകരാമൻ പിള്ളയാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അഫ്ഗാൻ ബേസ് ചെയ്തിട്ടുള്ള രൂപം കൊണ്ട ഒരു ഇടക്കാല ഗവൺമെന്റ് ആണ്. നമുക്കിത് പഠിക്കാറുണ്ട്. ഇടക്കാല ഗവൺമെന്റിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. പ്രിലിംസിനൊന്നും ഇത്രയെങ്കിലും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പഠിക്കുമ്പോഴേക്കും ഇതൊക്കെ പഠിക്കാറുണ്ട് കേട്ടോ. നമ്മൾ പഠിക്കാം, കുഴപ്പമില്ല. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ചേന്നമംഗലത്ത് പാലിയത്തച്ഛന്റെ വീടിന് മുന്നിലുള്ള പൊതുനിരത്തിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും അഹിന്ദുക്കൾക്കും നിഷേധിക്കപ്പെട്ടിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന്
നടത്തിയ സമരം ഏതെന്നാണ് ചോദ്യം. പാലിയം സത്യാഗ്രഹമാണല്ലേ വളരെ. പാലിയം സത്യാഗ്രഹം 1947. നമ്മുടെ കേരളത്തിലെ നവോത്ഥാന പ്രക്ഷോഭങ്ങളിൽ നമ്മൾ ഏറ്റവും ഒടുവിലായി പഠിക്കുന്നത് പാലിയം സത്യാഗ്രഹമാണ് അല്ലേ. അല്ലെങ്കിൽ നവോത്ഥാന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കാക്കുന്നതും പാലിയം സത്യാഗ്രഹത്തെയാണ്. 1947 പാലിയം സത്യാഗ്രഹമാണ് ആൻസർ. ഇതും പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, അടുത്ത് തന്നിരിക്കുന്നവയിൽ SI യൂണിറ്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. SI യൂണിറ്റ് അല്ലാത്ത എന്നാണ് ചോദ്യം. ഓക്കെ, SI യൂണിറ്റ് അല്ലാത്ത ഏതാണ്ട? എർഗ് ആണ് SI യൂണിറ്റ് അല്ലാത്ത അല്ലേ. എർഗ് ആണ് SI യൂണിറ്റ് അല്ലാത്തത്. ഓക്കെ, SI യൂണിറ്റുകൾ ഏതൊക്കെയാ? SI യൂണിറ്റുകൾ ഏതൊക്കെയാ? SI യൂണിറ്റ് ഏതൊക്കെയാന്ന് പറയാൻ പറ്റും നമുക്ക്? പറ. SI യൂണിറ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് പറ. SI യൂണിറ്റ് എത്ര എണ്ണം ഉണ്ട്? SI യൂണിറ്റ് 7 എണ്ണം ഉണ്ട്. ഓക്കെ, ഏതൊക്കെയെന്ന് പറഞ്ഞേ. മീറ്റർ SI യൂണിറ്റ് ആണ്. ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ളതന്നെ, പിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. മീറ്റർ SI യൂണിറ്റ് ആണ് അല്ലേ. അത് എന്താണ്? നീളത്തിന്റെ SI യൂണിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ താപനിലയുടെ SI യൂണിറ്റ് എന്താണ്? താപനില. താപനിലയുടേത് കെൽവിൻ ആണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. താപനിലയുടേത് SI യൂണിറ്റ് കെൽവിൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ വൈദ്യുത പ്രവാഹ തീവ്രത. വൈദ്യുത പ്രവാഹ തീവ്രതയുടേത് ആംബെയർ ആണ് അല്ലെ. ആംബെയർ ആണ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ SI യൂണിറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് ഭാരത്തിന്റെ ഭാരമല്ല, പിണ്ഡമാണ്. മാസിന്റെ SI യൂണിറ്റ് എന്താണ്ടാ? കിലോഗ്രാം ആണ് അല്ലേ. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലൂമിനസ് ഇന്റൻസിറ്റിയുടേത് കാൺലയാണ്. ഓക്കെ, ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്ടാ? അതിന്റെ മലയാളം നമുക്ക് എങ്ങനെ പറയാം? ലൂമിനസ് ഇന്റൻസിറ്റി മലയാളം എന്താണ്? ലൂമിനസ് ഇന്റൻസിറ്റിയുടെ മലയാളം എന്താണ്? പ്രകാശ തീവ്രത അല്ലേ. പ്രകാശ തീവ്രത അത് കാൻഡിലയാണ് കേട്ടോ. ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ പ്രകാശ തീവ്രത കാൻഡിലയാണ്. ഓക്കെ, അടുത്ത് പദാർത്ഥത്തിന്റെ അളവ് SI യൂണിറ്റ് എന്താണ്? പദാർത്ഥത്തിന്റെ അളവ് SI യൂണിറ്റ് എന്താണ്? പദാർത്ഥത്തിന്റെ അളവ് SI യൂണിറ്റ് മോളാണ് അല്ലെ. ഇവിടെ മോളാണ് പദാർത്ഥത്തിന്റെ അളവിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നും കൂടെ ഉണ്ട്. സമയത്തിന്റെ SI യൂണിറ്റ് എന്താണ്? സമയത്തിൻ്റെത് സെക്കൻഡ് ആണ്. അപ്പൊ ഈ 7 എണ്ണമാണ്. 1, 2, 3, 4, 5, 6, 7. ഈ 7 എണ്ണമാണ് SI യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഈ 7 എണ്ണമാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, നീളം മീറ്റർ, താപനില കെൽവിൻ, അതുപോലെ വൈദ്യുത പ്രവാഹ തീവ്രത ആംബെയർ ആണ്. മാസിൻ്റെത് കിലോഗ്രാം ആണ്. പ്രകാശ തീവ്രതയുടെ കാൻഡിലയാണ്. അതായത് ലൂമിനൻസ് ഇന്റൻസിറ്റി കാൻഡിലയാണ്. ഓക്കെ, പദാർത്ഥത്തിന്റെ അളവ് മോളാണ്. ഓക്കെ, സമയത്തിൻ്റെത് സെക്കൻഡ് ആണ്. ഓക്കെ, ശരി, പെട്ടെന്ന് സമയം പോണം. ചുവടെ കൊടുത്തവയിൽ ചലന ജഡത്വത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? അപ്പോൾ ചലനജഡത്വത്തിന് ഉദാഹരണമല്ലാത്തത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ടേക്ക് വീഴാൻ പോകുന്നത് അത് ചലനജഡത്വമല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അതെന്താണ്? അതിനെന്തൊരു ഉദാഹരണമാണ്? അത് നിശ്ചല ജഡത്വമാണല്ലോ വളരെ. അത് നിശ്ചല ജഡത്വമാണ്. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ് ഇത്. ഓക്കെ, ബാക്കി 3ഉം ചലനജഡത്വത്തിന് ഉദാഹരണമാണ്. ലോങ് ജമ്പിന് മുമ്പ് താരങ്ങൾ കുറച്ചു ദൂരം മുന്നോട്ട് ഓടുന്നത് ചലനജഡത്വം. അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നത് ചലനജഡത്വമാണ്. ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കറങ്ങുന്നതും എന്താണ്ട? ചലനജഡത്വമാണ്. ഓക്കെ, നിർത്തിയിട്ടിരിക്കുന്ന വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴാൻ പോകുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ഈ ഉദാഹരണങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലെക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഫ്ലെക്സിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഗ്യാങ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഗ്യാങ്ങും ഫ്ലെക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലെക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ശരിയാണല്ലേ. ഓക്കെ, ഫ്ലെക്സിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ
ബേസിക് സ്വഭാവമുള്ള ഗ്യാങ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതും ശരിയാണ്. അതായത് ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം ശരി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഇത് നിങ്ങൾക്ക് അറിയാലോ, ഗ്യാങ്ങും ഫ്ലെക്സും ഒക്കെ അതിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ? ഓക്കെ, ശരി. ഇപ്പൊ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യല്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇവയിൽ അറ്റോമിക നമ്പർ 118 മൂലകം ഏതാണ്? അറ്റോമിക നമ്പർ 118 മൂലകം ഏത് പിള്ളേരെ? പിള്ളേരെ ഒഗാനസോൺ ആണ്. ഒഗാനസോൺ ആണ് അറ്റോമിക് നമ്പർ 118 ആയിട്ടുള്ള മൂലകം. ഏതാണ്? ഒഗാനസോൺ ആണ് അല്ലേ? ഓക്കെ, ശരി. അടുത്ത ചോദ്യം. ഏതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് ഡേവിഡ് ബക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ എന്നിവർ 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ടത്? ഡേവിഡ് ബേക്കർ, ഡേവിസ് ഹസാബിസ്, ജോൺ എം ജംബർ എന്നിവർക്ക് പുരസ്കാരം കിട്ടിയത് ഏതുമായി ബന്ധപ്പെട്ടാണ്? പ്രോട്ടീനുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ്. അടുത്ത, ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കഷണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ അഡിഷൻ ബലം കൊണ്ടാണ്. അഡിഷൻ ബലവും കോഷൻ ബലവും നിങ്ങൾക്ക് അറിയാം. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണത്തെയാണ് നമ്മൾ അഡിഷൻ ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് നമ്മൾ കോഷൻ ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ അടികൂടുമെന്ന് ഓർത്താൽ മതി. വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ അടികൂടും. അപ്പൊ അഡിഷൻ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യത്യസ്തമായ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഓക്കെ, ഓർത്തിരിക്കുക, അഡിഷനും കോഷനും. അടുത്ത, വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ്. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ, ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ നേർ അനുപാതമാണ് ആൻസർ. നേർ അനുപാതത്തിലായിരിക്കും. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവും ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതി അളവും എങ്ങനെയായിരിക്കും? നേർ അനുപാതത്തിലായിരിക്കും. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത, ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയർന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അക്വേറിയത്തിൽ നിന്ന് കുമിള പൊങ്ങണതൊക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. വളരെ ബോയൽസ് നിയമമാണ് അല്ലെ? ബോയൽ നിയമം. മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യും അല്ലെ? മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നത് ബോയൽസ് ലോ ആണ്. ഓക്കെ, അടുത്ത, മാലക്കൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? മാലക്കൈറ്റ് ഇവിടെ മാലക്കൈറ്റ് ഏതിന്റെ അയിരാണ്? മാലക്കൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോപ്പറിന്റെ അയിരാണ് അല്ലെ? കോപ്പറിന്റെ അയിരാണ് മാലക്കൈറ്റ്. കോപ്പർ, ചെമ്പ്. ഓക്കെ, അടുത്ത, കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു പിള്ളേരെ? പ്രൊഡ്യൂസർ ഗ്യാസ് എന്നറിയപ്പെടുന്നു അല്ലെ? പ്രൊഡ്യൂസർ ഗ്യാസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, എടാ, വാട്ടർ ഗ്യാസ് എന്താണ്? വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് നിങ്ങൾ പറഞ്ഞു CO+, CO2 ഇല്ല, CO+, CO+ നൈട്രജൻ ആണ് എന്ത്? ഈ പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പൊ വാട്ടർ ഗ്യാസ് എന്താ? വാട്ടർ ഗ്യാസ് വളരെ കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ് വാട്ടർ ഗ്യാസ് കേട്ടാ. കാർബൺ മോണോക്സൈഡ്, വാട്ടറിൽ ഹൈഡ്രജൻ ഇല്ലേ? വാട്ടറിൽ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ് വാട്ടർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ ആണ് പ്രൊഡ്യൂസർ ഗ്യാസ്. അങ്ങനെയെങ്കിൽ ലാഫിംഗ് ഗ്യാസ് എന്താണ്? ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ആർക്ക് പറയാം? ലാഫിംഗ് ഗ്യാസ് നൈട്രസ് ഓക്സൈഡ് ആണ് അല്ലേ പിള്ളേരെ? നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, 7 ദിവസത്തിനായി 10 ദിവസത്തിനുള്ളിൽ ഇപ്പൊ കഴിയും. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഡയബറ്റിസ് മെല്ലിറ്റസ് മൂത്രത്തിൽ അപകടകാരിയായ കീറ്റോൺ ബോഡികളുടെ
രൂപപ്പെടലിന് കാരണമാകുന്നു. ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു. ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ ത്വരിതപ്പെടുത്തുന്നു. ഡയബറ്റിസ് മെല്ലിറ്റസ് മൂത്രത്തിലൂടെയുള്ള ഗ്ലൂക്കോസിന്റെ വിസർജനത്തിന് കാരണമാകുന്നു. പിള്ളേരെ, ആൻസർ ഓപ്ഷൻ ഏത് ആൻസർ വരുന്നേ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു. അത് തെറ്റാണ്. ഇതാണ് ശരിയായ പ്രസ്താവന. ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ ത്വരിതപ്പെടുത്തുന്നു. ഡയബറ്റിസ് അധിക ജലനഷ്ടം, മൂത്രത്തിലൂടെ അധിക ജലനഷ്ടം വരുന്ന കണ്ടീഷനാണ് ഡയബറ്റിസ് ഇൻസിപിഡസ്. ഡയബറ്റിസ് ഇൻസിപിഡസ്. ഈ ഡയബറ്റിസ് ഇൻസിപിഡസിന് കാരണമാണ് ഏത്? വാസോപ്രസിൻ. ഡയബറ്റിസ് ഇൻസിപിഡസിന് കാരണമാണ് വാസോപ്രസിൻ. ഇതിന് നമ്മൾ ഏത് പേരിട്ട് വിളിക്കും? ADH എന്ന് പറയും, ആന്റി ഡൈയൂറിറ്റിക് ഹോർമോൺ എന്ന് പറയും. ഓക്കെ, ഇവിടെ പറയുന്ന ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് വെച്ചാൽ എന്താണ്? ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പ്രമേഹമാണ് അല്ലെ? പ്രമേഹത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഡയബറ്റിസ് മെല്ലിറ്റസ്. അതിന് കാരണം ഇൻസുലിൻ ഹോർമോണിന്റെ കുറവാണ്. അപ്പൊ ഡയബറ്റിസ് മെല്ലിറ്റസ് പ്രമേഹമാണ്. ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാസോപ്രസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത അനാൽജസിക്കുകൾ ഉപയോഗിക്കുന്നത് ഏത് ആവശ്യത്തിനാണ്? അനാൽജസിക്കുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? വേദന കുറയ്ക്കാനാണ് അനാൽജസിക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലേ? ശരീര താപനില കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണ്? ശരീര താപനില കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആന്റിപയററ്റിക്സ് ആണ് അല്ലേ? ആന്റിപയററ്റിക്സ് ആണ് എന്തിനുപയോഗിക്കുന്നത്? ശരീര താപനില കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതാണ്? അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അന്റാസിഡുകളാണ് അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ. വേദന കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അനാൽജസിക്കുകളാണ്. അനാൽജസിക്കുകൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ് ആണല്ലേ? തലാമസിലാണ് അനാൽജസിക്കുകൾ പ്രവർത്തിക്കുന്നത്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. ഓക്കെ, ഓർത്തിരിക്കുക. തന്നിരിക്കുന്നവയിൽ ജങ്ക് ജീനുകൾ എന്ന ആശയവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രസ്താവന ഏത്? ജങ്ക് ജീന് എന്ന ആശയവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രസ്താവന. നമ്മൾ ജങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തനക്ഷമമല്ലാത്ത ഫയലുകളല്ല നമ്മളെ കമ്പ്യൂട്ടറിലെയും ഫോണിലേക്ക് ജങ്ക് ഫയൽ എന്ന് പറയുന്നത്. അതായത് മനുഷ്യ DNA പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ പറയുന്ന പേരാണ് ജങ്ക് ജീനുകൾ. 2013 മാർച്ചിൽ തുടക്കം കുറിച്ച ഡയറക്റ്റ് ഇന്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ് അഥവാ ദിശയുടെ പൂർണ്ണരൂപമാണ് ഇവിടെ കിടക്കുന്നത്. ഡയറക്റ്റ് ഇന്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ്, അതാണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയെന്നാണ് ചോദ്യം. 1056 ആൻസർ. റീസെന്റ് ആയിട്ട് ചോദിച്ചു. ദിശ ആരംഭിച്ചത് ഇപ്പൊ കൊറോണ സമയത്തൊന്നുമല്ല, പണ്ട് തൊട്ടേ ഉള്ളതാണ്. 2013 മാർച്ചിലാണ് ദിശ ആരംഭിക്കുന്നത്. ഓർത്തിരിക്കുക, 2013 മാർച്ച്. ദിശയുടെ പൂർണ്ണരൂപം ഡയറക്റ്റ് ഇന്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ് എന്നാണ് ദിശയുടെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യം, എയ്ഡ്സുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്ത എന്നാണ് ചോദ്യം. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. എയ്ഡ്സ് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട്. HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് എയ്ഡ്സ് പകരില്ല. ഒരു കുളത്തിൽ കുളിക്കുന്നതിലൂടെ എയ്ഡ്സ് രോഗം പകരില്ല. വളരെ ഗർഭസ്ഥ ശിശുവിലൂടെ HIV പകരും. അതാണ് തെറ്റായ പ്രസ്താവന. ശരിയല്ലാത്ത പ്രസ്താവനയിൽ ചോദിച്ചിട്ടുള്ള. അപ്പൊ ഗർഭസ്ഥ ശിശുവിലൂടെ എന്തെയും HIV പകരും. ഓക്കെ, അടുത്ത സംസ്ഥാനത്ത് APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതി. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഇവയിൽ ഏതാണ് മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ്? മൂത്രത്തിന്റെ സാന്നിധ്യം ബെനഡിക്ട് ടെസ്റ്റിലൂടെയാണ് മൂത്രത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. പരിചയമുള്ള സാധനങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയുന്നതിന് സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? വെർണിക്സ് ഏരിയയാണ് പരിചയമുള്ള സാധനങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ആ ചിത്രം തെളിയാൻ കാരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ?
സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണ്? അത് നമുക്ക് ചോദിക്കുന്നതാ. സംസാരശേഷി. സംസാരശേഷിയുമായി ബന്ധപ്പെട്ടത് ബ്രോക്കസ് ഏരിയ ആണ് ഇവിടെ അല്ലെ. ബ്രോക്കസ് ഏരിയ സംസാരശേഷിയുമായി ബന്ധപ്പെട്ടത് ബ്രോക്കസ് ഏരിയ ആണ് കേട്ടോ. ബ്രോക്കസ് ഏരിയ ആണ് സംസാരശേഷിയുമായി ബന്ധപ്പെട്ടത്. പരിചയമുള്ള സാധനങ്ങളുടെ മുഖം തെളിയാൻ സഹായിക്കുന്നത് വെർണിക്സ് ഏരിയ. ഓക്കെ, 2 ചോദ്യം കൂടെ. ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. ഏപ്രിൽ 17 ആണ് ലോക ഹീമോഫീലിയ ദിനം. ഏത് രോഗത്തിന്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിൽ വരുത്തിയ പദ്ധതിയാണ് എൽസ. എൽസ കുഷ്ഠരോഗ നിവാരണ പദ്ധതിയാണ്. ഓക്കെ, എൽസയുടെ പൂർണ്ണരൂപം നിങ്ങൾക്ക് അറിയാം. എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കുറെ തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 40 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലടാ. ഓക്കെ, ശരി. അപ്പം ഒന്ന് മാർക്ക് നോക്കാം. 35+ ഉണ്ടോ ആക്കെങ്കിലും? 35+. വിഷ്ണു 39 ഉണ്ട്. വേറെ ആക്കെങ്കിലും ഉണ്ടോ? ശിവപ്രിയ 39 ഉണ്ട്. വേറെ? അഞ്ജന 35. ഓക്കെ, 30+ ഇട്ടേ. രേഷ്മ, റുബീന, പിങ്കി, കൃഷ്ണേന്ദു, അർച്ചന. ഓക്കെ, വീണ. ഓക്കെ, 25+ ആണ് കട്ട് ഓഫ്. 25 ആണ് കട്ട് ഓഫ്. ഓക്കെ, എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തോണേ. ശരി, വലിയ കുഴപ്പമില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പാടായിരുന്നു. ഓക്കെ, ലെഫ്റ്റ് ആയി. നമുക്ക് ബാക്കിയൊക്കെ നാളെ സംസാരിക്കാം. രാവിലെ കാണാം. ഓക്കെ, രാവിലെ കാണാം. ഓക്കെ, ബൈ. ടാറ്റാ.